ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചോക്കോ ബനാന കേക്കാണ്. ഇതിന് നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ ബനാനയും കൂടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഫ്ലേവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. ഇതിനകത്ത് നമ്മൾ ഓവൻ യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ ബീറ്റർ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈസി മെത്തേഡാണ്. ഞാൻ ഇതിൻ്റെ വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. അത് ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ചേർക്കാം. ഇനി വേണ്ടത് പഞ്ചസാര, അത് ഒരു 1/2 കപ്പ് മതിയാവും. അതും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതെല്ലാം കൂടി നമുക്കിനി മിക്സിയിലൊന്ന് നന്നായിട്ട് കറക്കിയെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ മിക്സിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടുക. ഇനി നമുക്കിതൊരു വലിയ ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയത്തേത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അത് 1 ടീസ്പൂൺ മതിയാവും. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് ഒട്ടും തരിയില്ലാതെ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ മിക്സിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. ഒട്ടും തരിയില്ലാതെ ഇളക്കിയെടുക്കണം. ഇത് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും അതുപോലെ തന്നെ കോഫി പൗഡറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. അത് ഇതുപോലെ അരിപ്പയിലേക്ക് എടുക്കുക, അരിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു അരിപ്പയിലേക്ക് എടുത്ത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വേറൊരു ബൗളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ ബൗളിലേക്ക് നമ്മളിതൊന്ന് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ മൈദയും കൂടി നമുക്കൊന്ന് ഇതുപോലെ സേവ് ചെയ്തെടുക്കുക. ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക ആദ്യം. അത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പൊടികൾ നമ്മൾ എടുത്ത് വെച്ചത് മുഴുവനോട് ഒരുമിച്ചിട്ട് ഇളക്കി കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2-3-4 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം മാത്രം രണ്ടാമത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് മുഴുവൻ പൊടികളും ഇട്ട് നന്നായിട്ടിത് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടുക. നമ്മുടെ പൊടികളെല്ലാം ഇതിലേക്ക് ചേർക്കുമ്പം കുറച്ച് തിക്കായിട്ടുള്ള, അപ്പം നമുക്ക് കുറച്ചും കൂടി ഇത് ലൂസാക്കണം. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് വേണ്ടത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ലൂസായി പോവരുത് ബാറ്റർ. പാലും കൂടി ചേർത്ത് നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പം വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില കൂടെ ഒഴിച്ചു കൊടുക്കാം. വാനില ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോക്കോ ചിപ്സാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ട് വരും. നമ്മളിത് മെൽറ്റായിട്ടിരിക്കും നമ്മുടെ കേക്കിൽ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് അധികം ഇളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ചോക്കോ ചിപ്സൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഇത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇതുപോലെ ഒരു കേക്ക് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് ബട്ടർ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇതുപോലെ കറക്റ്റ് അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ആയിട്ടുള്ള പാൻ ആണെങ്കിൽ അത് ആണെങ്കിലും വെച്ചാൽ മതി, കുഴപ്പമില്ല. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക. അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 3-4 പ്രാവശ്യം നമുക്കൊന്ന് തട്ടി കൊടുത്തിട്ട് വെക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാൻ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ഒരു വലിയ പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു തട്ട് വെക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ട്രേ എടുത്ത് ഇതിലേക്ക് വെക്കണം. നമ്മുടെ കേക്ക് ട്രേ ഇതിന് മുകളിലേക്ക് വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്കിനി ഇതൊരു 30 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ ഒന്ന് നോക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. ഇത് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് നേരം കൂടെ ഒരു 10 മിനിറ്റും കൂടെ ഈ ചൂടിൽ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചേക്കുക. അത് തീ ഓഫ് ചെയ്തിട്ട് അത് അടച്ച് വെച്ചേക്കുക. കുറച്ചൊന്ന് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് നേരം ഇരിക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ കേക്ക് പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് ഈ കേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല അടിപൊളി കേക്ക് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ട്. നമുക്ക് ഓവൻ ഒന്നും വേണ്ട, ബീറ്റർ വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.